ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നിങ്ങളുടെ വീഡിയോ കണ്ടു. അതിൽ നിവിൻ പോളിയെ രക്ഷിക്കുന്ന തരത്തിലാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വൈകിട്ട് വിനീത് ശ്രീനിവാസനും പറഞ്ഞിരിക്കുന്നു. രണ്ടുപേരും ഒത്തുകൂടിയിട്ടാണോ പറഞ്ഞിരിക്കുന്നത്? മാത്രമല്ല, നിങ്ങളിലുള്ള വിശ്വാസം ഞങ്ങൾക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം കുറേ പേരെ അവർ അങ്ങനെയാണെന്ന് പറയും, ഇവരെ രക്ഷിക്കാമെന്ന് വയ്ക്കും. ഇതിന് 2 ദിവസം മുമ്പ് നിങ്ങൾ ഹരിഹരൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഹരിഹരൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടിരുന്നു. അല്ല, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് കാശൊക്കെ വാങ്ങിച്ച് തുടങ്ങിയോ? അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചങ്ങാതി. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാലോ. കാശ് വാങ്ങുന്നോ വാങ്ങാതിരിക്കുമോ രണ്ടാമത്തെ കാര്യമാണ്. അത് നിങ്ങൾക്ക് അന്വേഷിക്കുക, കൊടുത്തോട് ചോദിക്കാം. ഞങ്ങൾ വിനീത് ശ്രീനിവാസനായിട്ട് ഒരു ബന്ധവുമില്ല. ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ നവീൻ പോളിയെ രക്ഷപ്പെടുത്തണം എന്നൊരു സ്ഥലത്തും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചില കൺഫ്യൂഷൻ കാര്യങ്ങൾ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞെങ്കിൽ ചിലകളുടെ തെറ്റിദ്ധാരണകൾ, അതായത് അവിടെ ഗൾഫിൽ വെച്ച് നടക്കുമ്പോൾ എന്തുകൊണ്ട് അവിടെ കേസ് കൊടുത്തില്ല എന്ന് ഞങ്ങൾ ചോദിച്ചു. അവിടെ നടന്ന സംഭവത്തിന് അവിടെ കേസ് കൊടുത്തിരുന്നെങ്കിൽ നിവിൻ പോളി കേരളം അല്ല കേരളം എന്നല്ല, അവിടെ വെളിയിൽ വരുമായിരുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അവസാനം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇനിയൊരു കാര്യം നമുക്ക് പറയാവുന്നത്, ഈ 2 പേരുടെ കാര്യവും നമുക്ക് ശരിക്കും അറിയില്ല. നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് നടന്നത് ദുബായിലാണെങ്കിൽ അവിടേക്ക് ഈ കേസ് പോട്ടെ, അവിടെ ആ സ്ത്രീ പരാതി കൊടുത്തിട്ട് അതിൻ്റെ നിയമ നടപടി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. വൈകിട്ട് വിനീത് ശ്രീനിവാസൻ പറഞ്ഞതെന്താ? വിനീത് ശ്രീനിവാസൻ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ, ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാതെ ഒരാളെയും കുരിശിൽ തറയ്ക്കുക. ഇത് വെറും കുരിശല്ല, ഇത് മൊത്തത്തിൽ മൊത്തം തകർക്കുന്നതാണത്. അതായത് ഒരാളെ വുമണൈസറാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ, വുമണൈസർ മാത്രമല്ല, അവൻ റേപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബോധം കെടുത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പൈശാചികമായിട്ട് 3 ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആലോചിച്ചത്, നിവിൻ പോളി ചില കാര്യങ്ങൾ ദേഷ്യം ഉണ്ടായിരിക്കാം, അയാളുടെ സിനിമകളെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കാം. പക്ഷെ അയാൾ ഈ രീതിയിലുള്ളൊരു പെരുമാറ്റമോ മറ്റോ മോശമായ ഒരു തരത്തിലും മറ്റുള്ളവരെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്ന പോലും നിവിൻ പോളി കേട്ടിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം അതിന് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ നിവിൻ പോളി ഒരു ഗ്രൂപ്പുണ്ട്, ചില ഗ്രൂപ്പുകൾ പ്രധാന ഘടകം തന്നെയാണത്. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ കുറേ ടീമുണ്ട് ഇവരുടെ. ആ ടീം ഒരുമിച്ചുള്ള ആൾക്കാരാണ്. അവരെടുത്ത് നോക്കുമ്പോൾ ആ വലിയ കുഴപ്പമില്ലാത്തൊരു ടീമാണല്ലേ. അപ്പോൾ അങ്ങനെ നല്ലവരെന്ന് പറയുന്നവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നല്ലവനാവാൻ തന്നെ പറ്റുള്ളൂ. അതേ സ്ഥാനത്ത് വേറെ ഗ്രൂപ്പ് അടിച്ച് പൊളിച്ച് തോന്നിയോണം നടത്തി ഈ പെണ്ണുങ്ങളെയും മറ്റും മദ്യമൊക്കെ നടക്കുന്ന ആ ഗ്രൂപ്പ് എടുക്കുക. അങ്ങനെയും ഗ്രൂപ്പുണ്ട് ഇവിടെ. ആ ഗ്രൂപ്പിലെന്താ? അവരെ അടിച്ചു പൊളിക്കുന്നു, മദ്യപിക്കുന്നു, ലഹരി കഴിക്കുന്നു, സ്ത്രീകളെ കൊണ്ടുവരുന്നു, ആഘാദിക്കുന്നു, ആർമാദിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. ഇതൊക്കെ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവിടെ വിനീത് ശ്രീനിവാസൻ വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. കാരണം പറഞ്ഞ വളരെ വ്യക്തമായിരിക്കുന്നു. ഞങ്ങൾക്കുണ്ടായ സംശയങ്ങൾ ഒരു ഭാഗം, മുഴുവനല്ല, ഒരു ഭാഗം തന്നെയാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞത്. കാരണം വിനീത് ശ്രീനിവാസൻ ഒരു സംവിധായകനാണ്, എഴുത്തുകാരനാണ്, പാട്ടുകാരനാണ്, അഭിനേതാവാണ്, നിർമ്മാതാവാണ്. അപ്പോൾ അച്ഛൻ ശ്രീനിവാസൻ്റെ കുറേ ഗുണങ്ങൾ ആ ചെറുപ്പക്കാരന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിവിൻ പോളിയുടെ കാര്യം പറഞ്ഞപ്പോൾ വിനീത് എന്താ പറഞ്ഞത്? വിനീത് പറഞ്ഞില്ല, ഈ പറഞ്ഞ ദിവസങ്ങൾ, അതായത് അത് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ആ സ്ത്രീ പറഞ്ഞ ദിവസങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ദിവസങ്ങളെല്ലാം നിവിൻ പോളി എറണാകുളത്തും പരിസരത്തും ഉണ്ടായിരുന്നു. അത് എൻ്റെ സിനിമയുടെ ലൊക്കേഷനിൽ എന്നാണ് പറഞ്ഞിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളൊരു സിനിമ ഇവിടെ വന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞു. തരക്കേടില്ലാത്ത അഭിപ്രായം നേടിയിട്ടുള്ളതാണെന്ന് ആലോചിക്കണം. ആ സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു നിവിൻ പോളി എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അതിൻ്റെ ഷൂട്ടിങ്ങിന് ശേഷം മറ്റൊരു മെഗാ സീരിയലിൻ്റെ വർക്കിലേക്കാണ് പോയതെന്ന് പറഞ്ഞു. ഇതൊക്കെ വെറും വാക്കല്ല, ഇതൊരു മാളിലാണ് ഷൂട്ട് ചെയ്തിരുന്നതൊക്കെ. ഈ മാളെന്ന് പറഞ്ഞാൽ അവിടെ 100 കണക്കിന് പേര് വരുന്നതാണ്. ഈ ഷൂട്ടിങ്ങിനും കുറേ പേരുള്ളതാണ്. ഇപ്പോൾ തൊട്ടേനും പിടിച്ചേനും എവിടെയും ഒക്കെ ക്യാമറകളുണ്ടെന്ന് ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ പരിശോധിച്ചുകൂടെ? അവിടെ
പരിശോധിക്കാം. മാത്രമല്ല നിവിൻ പോളി താമസിച്ചു എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് അവിടെ, മരടിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുണ്ട്. പ്രത്യേകിച്ച് സിനിമാക്കാർ കൂടി താമസിക്കുന്ന സ്ഥലമാണ്. അവിടെയും പരിശോധിക്കാം, അവിടെ വന്നിട്ടൊന്ന് പരിശോധിക്കാം, അവിടെ താമസിച്ചിട്ടുണ്ടോ ഇല്ലയോ. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പറയുമ്പോൾ ശരിയാണല്ലോ, ഈ ദിവസങ്ങളിൽ എങ്ങനെ അധികം മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരാൾക്ക് പല ഭാഗത്ത്, അതായത് അത് കേട്ട് ഞാൻ അതിൻ്റെ ആൾക്കാർ സത്യഭാമയെ കുറിച്ചാണത്. സത്യഭാമ ഒരേ സമയത്ത് പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടാമെന്ന് പറഞ്ഞിരുന്നവരുടെ ആരാധകരും എല്ലാം പറഞ്ഞിരുന്നു. എന്ന പോലെ നിവിൻ പോളിക്ക് ഒരേ സമയത്ത് ഗൾഫിലും അമേരിക്കയിലും ഒക്കെ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവുണ്ടോ? അതല്ലെങ്കിൽ ഇയാൾ അതേ മുഖച്ഛായയിലുള്ള ആരുണ്ടോ? അതല്ലെങ്കിൽ ആ സ്ത്രീയെ ദ്രോഹിച്ചപ്പോൾ നിവിൻ പോളി എന്ന് പറഞ്ഞിട്ടാണോ ദ്രോഹിച്ചത്? ഇതൊക്കെ കൺഫ്യൂഷനുള്ള കാര്യമാണത്. കാരണം തമാശ പറയുന്നല്ല, ഒരേ ഛായയിലുള്ള ആൾക്കാരുണ്ടായിരിക്കും, പല ഭാഗത്തുണ്ടായിരിക്കാം. അങ്ങനെ വന്നതാണോ? ഇതൊക്കെ വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം, അതായത് അന്വേഷണം എന്ന് പറയുമ്പോൾ അന്വേഷണം എല്ലാം സത്യസന്ധമാവണമെന്നില്ല, ഒരു കാരണവശാലും ഇല്ല എന്നാലോചിക്കണം. നമ്മൾ പല സംഭവങ്ങളും കണ്ടും കേട്ടും ഞെട്ടിയിരിക്കുകയാണ് ഇവിടെ. ഇങ്ങനെയാണോ? അത് ആടിനെ പുലിയാക്കാൻ വേണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ പോലെ ആടിനെ പട്ടിയാക്കാമെന്നൊക്കെ പറയില്ലേ, എന്ന പോലെയൊക്കെ സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പണമുള്ളവനും സ്വാധീനമുള്ളവനും ഒക്കെ വലിയ പരുക്കില്ലാതെ രക്ഷപ്പെട്ടു പോവുകയും അപ്പം തന്നെ ആരെയൊക്കെ കൊടുക്കണം, ആരെയൊക്കെ നമ്മൾ ഈ ശിക്ഷയിൽപ്പെടുത്തണം എന്ന് തീരുമാനിച്ച് ഇതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലാണെന്ന് ആലോചിക്കണം. അവിടെ മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് ഉണ്ടാവുള്ളൂ. ജോലി ചെയ്യുമ്പോൾ മനസ്സാക്ഷിയല്ല, പണസാക്ഷിയാണ് ഇവിടെ പലർക്കും. പണം മാത്രമല്ല, രതി സുഖ സാരേ എന്ന് വരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാലോചിക്കണം, ഞെട്ടിക്കുന്ന സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നില്ലേ. മദ്യം, മദിരാക്ഷി, പണം, അധികാരം എല്ലാം അതൊക്കെ ദുർവിനിയോഗം ചെയ്യുന്ന അധികാര കേന്ദ്രങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാരും പിന്നെ പറയണോ, അങ്ങനെ കുറേ പേരുണ്ട് ഇവിടെ. അപ്പോൾ അവർക്കിടയിലാണ് അന്വേഷണം പോകുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സിനിമയിൽ താല്പര്യമുള്ള, സിനിമയിൽ അഭിനയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് ആലോചിക്കണം. ഇവിടെ സിനിമയിൽ വന്നിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ ഒരു നല്ല ആൾക്കാരാണ്. ഇപ്പോൾ ജഗന്നാഥ് വർമ്മ ഇവിടെ വളരെ നല്ല പോലീസ് ഓഫീസറാണ്. അദ്ദേഹം സിനിമയിലുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അടുത്ത് പരിപാടി പരിഹസിക്കും, സാറൊന്നും ഈ പോലീസുകാരനാവേണ്ട ആളൊന്നുമല്ല എന്ന് പരിഹസിക്കുന്നു. പിന്നെ ഒരു പി സി ജോർജ് ഉണ്ടായിരുന്നു. പി സി ജോർജിൻ്റെ കാര്യം പറയും. പി സി ജോർജ് സത്യത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് എന്നെ അടക്കമുള്ള ആൾക്കാരെ ഞാൻ 2 ദിവസം അങ്ങേര് കൊണ്ടുപോയിട്ട് ജയിലിൽ കിടന്ന ഒരാളാണ്. അത് വേറെ കാര്യം, എന്നെ കൊണ്ട് എഴുതിച്ചിട്ടുള്ളതാണത്. പിന്നെ അപ്പോൾ എനിക്കറിയില്ല, പിന്നീട് അങ്ങനെ സിനിമയിൽ വന്നു സജീവമായി ഈ പഴയ കഥകളൊക്കെ ഞങ്ങൾ പറയുമായിരുന്നേക്കാം. പിന്നെ കുറേ പേര് ഇങ്ങനെ ഇത്രയും വന്നു, പിന്നെ കുറേ പേരങ്ങനെ വന്നിട്ടുണ്ട് അഭിനയിക്കാൻ താല്പര്യമായിട്ട്. അപ്പോൾ ആ താല്പര്യമുള്ളവർ വരുമ്പോൾ അവർ കുറച്ചൊക്കെ മനസ്സാക്ഷി ഉണ്ടാകുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വേറെ ചില ആൾക്കാരുണ്ട് തനി കച്ചവടം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടക്കുന്നത് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഗൾഫിലേക്ക് പോകുന്ന ടീമുകളുണ്ട്. ആദ്യകാലത്ത് ഗൾഫ് കലാപരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയുണ്ട്. ഇതിനൊക്കെ ചില പോലീസ് ഓഫീസേഴ്സിൻ്റെ സഹകരണമൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. ആ സഹകരണം മറ്റു പല രീതികളിലേക്കും വെക്കും. അപ്പോൾ ഇന്നലെ തന്നെ ഒരു പോലീസ് ഓഫീസർ, ഇപ്പോൾ ഒരു സ്ത്രീ ഇന്ന് രാവിലെ പറഞ്ഞു കേട്ടു, അവരോട് ചോദിച്ചു അത്രേ, ഇതെന്താ തേഞ്ഞു പോകുന്നതാണോ എന്ന് ചോദിച്ചു കേട്ടു, അത്രയും ക്രൂരമായിട്ട്. എന്ന പോലെ തന്നെ പലരും ചോദിച്ചിട്ടില്ല, എന്താ അഴുക്കുണ്ട്, അത് സോപ്പ് വെച്ചാൽ പോയി കൂടെ ഇതൊക്കെ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ വൃത്തികെട്ട രീതി നടക്കുന്ന ഈ സമയത്ത് ഇവിടെ ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട് വന്നതിൻ്റെ ഒരു ഭാഗം വന്ന ശേഷം അതിൻ്റെ മറവിൽ കാണിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും വിചാരിച്ചു ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ആ റിപ്പോർട്ട് ചോർത്തിയിട്ട് പറയുകയാണോ എന്ന് വിചാരിക്കും. അല്ല, അങ്ങനെയൊന്നും അല്ല. അതെന്താ കാര്യം, 2 തരത്തിൽ പോകും. ഒന്നുകിൽ ഈ ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട് തട്ടിപ്പാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ. കാരണം കുറേ വമ്പന്മാർ ഇപ്പോൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ലിസ്റ്റ് വന്നിട്ട് വെച്ചാൽ ഇപ്പോൾ മുകേഷിൻ്റെ കാര്യം, മുകേഷിനും ഇടവേള ബാബുവിനും തന്നെ ജാമ്യം കിട്ടി, ഈ രഞ്ജിത്തിന് ജാമ്യം കിട്ടി, രഞ്ജിത്ത് കാര്യം കിട്ടുന്നതാണ്, പിന്നെ സിദ്ദിഖ്, അങ്ങനെ കുറേ പേരുകൾ വരേണ്ടതാണ്. ഇവരെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ വേറെ ഒന്നിന് പുറകെ ഒന്നായി ചില കാര്യങ്ങൾ വന്നു. ജയസൂര്യ ഒക്കെ അടക്കമുണ്ട് ഇപ്പോൾ വമ്പന്മാരിനെ പെട്ടിരിക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് പലരും ഇപ്പോൾ വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരിട്ടും കണ്ടിട്ടില്ല. അപ്പോൾ അതിനിടയിലാണ് നിവിൻ പോളിയുടെ ഈ കേസ് വന്നിരിക്കുന്നത്. നിവിൻ പോളിയുടെ കേസ് വന്ന് നിവിൻ പോളി ചെയ്തതെന്താ, അപ്പം തന്നെ പത്രസമ്മേളനം നടത്തി ഞാനില്ല, ഏത് അന്വേഷണം ഞാൻ തയ്യാറാണെന്ന് പറയുകയും ഞങ്ങൾ പറയുകയും അതിനിടയിൽ വിനീത് ശ്രീനിവാസൻ ആപ്റ്റുഡേറ്റായിട്ട് തെളിവ് സഹിതം ഈ വെച്ചുകയും ചെയ്തപ്പോൾ എന്തായാലും നിവിൻ പോളി നിരപരാധിയാണ് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താ കണ്ടില്ലേ, ഈ നടന്മാരെ എല്ലാം കരിവാരി തേക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം സംഭവിച്ചിരിക്കും. അങ്ങനെ വരുമ്പോഴോ
അങ്ങനെ വരുമ്പോൾ കുറ്റം ചെയ്തവർക്ക് പോലും രക്ഷപ്പെടാനുള്ള പഴുതുകളിലുണ്ടായി. ആരാണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ? നിവിൻ പോളിയുടെ ഈ കേസ് മുമ്പ് ഇങ്ങനൊരു ആക്ഷേപം ഈ സ്ത്രീ പറഞ്ഞപ്പോൾ തന്നെ അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്, ഇങ്ങനെ ഇല്ല എന്നുള്ളത്. അപ്പം അങ്ങനെ മനഃപൂർവ്വം ആരാണ് നിവിൻ പോളിയെ ഇങ്ങനെ കുടുക്കാൻ വേണ്ടി ഈ സ്ത്രീയുടെ പുറകിൽ ആരാണ്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. കാരണം നിങ്ങൾ പണാപകരണത്തിൻ്റെയോ മറ്റുള്ള കാര്യമില്ല അത്. ഇത് മറ്റു സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് ക്രൂരമായി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത് വളരെ മോശം, നല്ല ക്രൂരം തന്നെയാണത്. അപ്പോൾ നിവിൻ പോളിക്ക് എന്താ പറയുക, നിവിൻ പോളി സിനിമയിൽ വളരെ സജീവമായ ഒരു ചെറുപ്പക്കാരാണ്. നിവിൻ പോളിക്കൊരു കുടുംബമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരുടെ മുന്നിലേക്ക് നമ്മൾ ആലോചിക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചെല്ലാൻ നമുക്ക് തല കുനിച്ച് ചെല്ലാനേ പറ്റുള്ളൂ. ചിലർ പോകില്ല. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചവരുണ്ടായിരിക്കാം. അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതെ ചെന്ന് കയറുമ്പോൾ പോലും സംശയത്തിൻ്റെ കണ്ണുകൾ ഇപ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കും. കാരണം ഈ വാർത്തകളെല്ലാം ആദ്യം തൊട്ട് അവസാനം വരെയോ തുടർച്ചയൊന്നും ഉണ്ടാവില്ല. ആദ്യം കാണുന്ന വാർത്ത എന്താണ്? നിവിൻ പോളി ഇന്നത് ചെയ്തു. അതുതന്നെയാണ് ഇത് കാണുന്നവരുടെ മനസ്സിലും പ്രചരിപ്പിക്കുന്നവരെന്ന് ആലോചിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് ക്രൂരമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ളതാണ്. ഇനി ഇങ്ങനെ വെറുതെ ഇത് അസത്യമാണെങ്കിൽ, ആ സ്ത്രീ ബോധപൂർവം ആ സ്ത്രീയെ കൊണ്ട് പറയിക്കുന്നതാണെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ശക്തികളെ കണ്ടെത്തി ശിക്ഷിക്കണം. ഇനിയിപ്പോൾ സ്ത്രീയുടെ പുറകിൽ ആരുമില്ല, ഈ സ്ത്രീയുടെ ഭാഗത്ത് തന്നെയാണ് ഇങ്ങനൊരു സമീപനം വന്നതെങ്കിൽ അവർ കള്ളത്തരമാണ് പറയെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള വകുപ്പുകൾ നോക്കണം എന്നുള്ളതാണത്. കാരണം ഇത് ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല, ഇതിൻ്റെ ഇനിയും ഇത് തുടരെയുണ്ടായിരിക്കാം. ആർക്കും ആരെയും എന്തും പറയാമെന്നുള്ള അവസ്ഥ ഈ നാട്ടിൽ വന്നിരിക്കുന്നു. അത് അനുവദിച്ചുകൂടാ. അങ്ങനെയല്ലേ വേണ്ടത്?